ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾ ഈ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വർഷം കുറച്ചായി നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് പൂക്കളൊക്കെ ഇട്ട് ഓണം ആഘോഷിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റേതായ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഈ പൂക്കളം നമ്മൾ രാത്രി 12 മണിക്ക് ശേഷം പൂക്കളൊക്കെ വെട്ടി റെഡിയാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും രാവിലെ ആയിട്ടുണ്ട്. വെളുപ്പിന് എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് അതിനുശേഷം പൂക്കളം ഇട്ട് മാവേലീനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ കാണുന്നത്. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായി കിടന്നതുകൊണ്ട് തന്നെ രാവിലെ അലാറം വെച്ചത് അറിഞ്ഞില്ല. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് മാവേലീനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അട വെച്ചു, അതിൻ്റെ കൂടെ തന്നെ ഓണത്തപ്പന വെച്ചു, വരവേറ്റു. അപ്പോൾ ഇങ്ങനെയാണോ നമ്മളുടെ ഫൈനലി നമ്മൾ പൂക്കളെല്ലാം ഇട്ടതിൻ്റെ ആ ഒരു ലാസ്റ്റ് കാഴ്ച കേട്ടോ. തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡള്ളായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അതിന് ശേഷം നമ്മൾ സദ്യ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുത്തത് നമ്മളുടെ ബ്രൗണി പെണ്ണിയാണ്. ഇല വെച്ച് നമ്മുടെ എല്ലാ കറികളും കുറേശ്ശെ ഇട്ട് അവൾക്ക് ചോറും വിളമ്പി കൊടുത്തു കേട്ടോ. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് ശേഷം നമ്മൾ പായസം ഒഴിച്ചു കൊടുത്ത് അവൾ ഭേഷ ഫുഡ് കഴിച്ചു. അതിനുശേഷം പുള്ളിക്കാരി അപ്പുറം പോയിരുന്ന മണ്ണിൽ നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ പോയി വിശ്രമിച്ചു. ദെൻ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ 4 പേരും ഇരുന്നു ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണിത്. ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നല്ല കിടന്നുറങ്ങി. ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റപ്പോഴാണ് അമ്മയുടെ വീട്ടിൽ ഓണം വൈകുന്നേരം നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പം അമ്മയും ഞാനും കുഞ്ഞും കൂടെ അമ്മ വീട്ടിൽ പോവാട്ടോ. നമ്മുടെ വല്യമ്മച്ചിയുടെ അടുത്താണ് പോകുന്നത്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചിമാരും വലിയച്ഛനും മക്കളും മരുമക്കളും എന്താ പറയുക അവരുടെ മക്കളും ഒന്നും പറയേണ്ട മൊത്തം കലപിലയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഫുൾ അലമ്പായിരുന്നു. ഒച്ചപ്പാടും ബഹളവും പാട്ടും. രാത്രിയിലത്തെ സദ്യ ഉണ്ടാക്കാനുള്ള ഒരു പുകില് തന്നെയാണ് അടുക്കളയിൽ നടക്കുന്നത്. അമ്മയും എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഹാളിൽ കുട്ടികളുടെ ഒരു അലമ്പ്, പാട്ടോട് പാട്ടും ഡാൻസും കളിയും. അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എപ്പോൾ കണ്ടാലും എല്ലാവരും കൂടി ചേർന്നാൽ നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് ട്രിപ്പ്. പക്ഷെ അത് നടക്കാറില്ല എന്ന് മാത്രം. ഇപ്രാവശ്യം നടക്കില്ലെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്യമ്മച്ചി സദ്യ കഴിക്കാനുള്ള പ്ലാനിങ് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ പരിപ്പ് പായസമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് പരിപ്പ് പായസം. എൻ്റെ വീട്ടിൽ പാലടയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ക്യാമറ വെച്ച് നടക്കുന്നുണ്ട്. കുറച്ച് പേര് റീൽ എടുക്കുന്നുണ്ട്, കുറച്ച് പേര് സ്റ്റോറി ഇടാനായിട്ട് പിക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാനാണെങ്കിൽ ഇലയ്ക്ക് വേണ്ടി തല്ല് പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു റിലീഫായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ ഭയങ്കര വൈബാണ്. തല്ലുകൊടുത്തവും ഒച്ചപ്പാടും കളിയും ഡാൻസും കളിയാക്കലും. അങ്ങനെയോ അമ്മ വീട്ടിൽ പോയിട്ട് അവിടെ പോയും നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റി. എന്തായാലും ഈ ഒരു ഓണം നല്ല രീതിയിൽ നല്ലൊരു കുട്ടി സന്തോഷം നിറഞ്ഞ ഓണം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓണം ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. ബൈ.